VKC പ്രൈഡ് വർത്തമാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് VKC പ്രൈഡ് മൈ കോൺഫിഡൻസ്. വർത്തമാനം 2010 ഏവർക്കും സ്വാഗതം. പോയ വർഷം സംഭവ ബഹുലമായിരുന്നു. വർത്തമാനത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളുടെ പെരുമഴയ്ക്കത് വേദിയായി. വിവാദങ്ങൾക്ക് ബോധപൂർവം അരങ്ങൊരുക്കുകയായിരുന്നില്ല, മറിച്ച് ആകസ്മികമായി സംഭവിക്കുകയായിരുന്നു. സുകുമാർ അഴീക്കോടിൻ്റെ പ്രണയവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. താൻ പ്രണയിച്ച യുവതിക്ക് വിവാഹം കഴിക്കാനാവില്ലെന്ന അഴീക്കോടിൻ്റെ പരാമർശം ഏറ്റുപിടിച്ച് ഭഗ്നപ്രണയ കഥയിലെ നായിക വിലാസിനി ടീച്ചർ രംഗത്തെത്തിയതോടെ വിവാദം കൊഴുത്തു. പെണ്ണ് കാണാൻ അഴീക്കോടിനെ അനുഗമിച്ച സാനുമാഷും സാനുമാഷിൻ്റെ ഇടപെടലിന് കാവ്യസാക്ഷാത്കാരം നൽകിയ ചെമ്മനം ചാക്കോയും വർത്തമാനത്തിൽ പങ്കെടുത്തതോടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അരങ്ങേറിയ പ്രണയ നാടകം പുനരവതരിപ്പിക്കപ്പെട്ടു. ഈ ഏകാന്ത ജീവിതം മാഷിനെ ആലോചനപ്പെടുത്തുന്നുണ്ടോ ഏതെങ്കിലും ഒരർത്ഥത്തിൽ? ഏകാന്തമല്ല, എൻ്റെ അത്ര ഒരു പബ്ലിക് ലൈഫ് ഭൂലോകത്തിൽ ഒരാൾക്കുമില്ല. നിരന്തരം ഒരു മാസം 10,000 കിലോമീറ്റർ ഞാൻ കാറിൽ യാത്ര ചെയ്യും. ട്രെയിനൊക്കെ വേറെ. 10,000 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് 10-20 കൊല്ലമായിട്ടാണ്. ഒരു ചെറുപ്പക്കാരന് ഈ ട്രെയിൻ സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. യാത്ര ചെയ്യുക മാത്രമല്ല, 10-35 പ്രസംഗവും ചെയ്യണം. അത് 100 തരത്തിലുള്ള പ്രസംഗം. പക്ഷേ അല്ലെങ്കിൽ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ടേക്ക് വരുമ്പോൾ അർദ്ധരാത്രി 2 മണിക്ക് അല്ല, അപ്പോൾ ഒരു കൂട്ട് വേണം എന്നങ്ങനെ തോന്നുന്നില്ലേ? ഒരു ആശ്വാസം തരാനെങ്കിലും പിറ്റേന്നേക്കുള്ള യുദ്ധങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള സുഖമായ ഉറക്കമാണ് കിടന്ന രാവിലെ. അതാണ് എനിക്ക് ഒരാഗ്രഹവുമില്ല ഒന്നാകണമെന്നോ, ഇവിടെ ചീഫ് മിനിസ്റ്റർ ആകണമെന്നോ, MLA ആകണമെന്നോ ഒരാഗ്രഹവും ഇല്ലെന്നേ. വിവാഹം കഴിക്കാത്തതിൽ വിവാഹം കഴിക്കാൻ അതൊക്കെ ഒരു അതിർത്തി വരെയേ ഉള്ളൂ. പിന്നെ ചില സ്വഭാവങ്ങൾ, എനിക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിവാഹം കഴിക്കാനൊരു എന്നെ ആളുകൾ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് അതിനാണ് ഞാൻ കുറച്ച് കത്തൊക്കെ എഴുതേണ്ടി വന്നു. ഇവരെല്ലാം പിന്നെ അതിൽ അവരെ പറ്റിയുള്ള കുറേ ആക്ഷേപമൊക്കെ കിട്ടി. അതാണ് നമ്മുടെ നന്ദകുമാർ എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അതെ. എന്നിട്ട് എന്തുണ്ടായി? അവൻ്റെ പുസ്തകം വെള്ളാപ്പള്ളി നടേശൻ വില കൊടുത്ത് വാങ്ങിയിട്ട് SNDPക്കാർക്ക് കൊടുക്കാൻ. എങ്കിലും പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? അല്ലെ, പ്രണയം ഉണ്ടായിരുന്നു. അതൊക്കെ വിവാഹം കഴിക്കാൻ കഴിയാത്ത ഒരാളെയാണ് പ്രണയിച്ചത്. അപ്പോൾ പിന്നെ അതങ്ങനെ പോയി. കഴിഞ്ഞ വർത്തമാനത്തിൽ ഞാൻ സുകുമാർ അഴീക്കോടുമായിട്ട് അഭിമുഖം നടത്തി. അദ്ദേഹം പറഞ്ഞത് കല്യാണം കഴിക്കാം, വിവാഹം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീയെയാണ് ഞാൻ പ്രണയിച്ചതെന്നായിരുന്നു. അയ്യോ, അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് അദ്ദേഹം പോയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ഇല്ല. വിവാഹത്തിന് പൂർണ്ണമായി യോഗ്യയായ ഒരു യുവതിയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. അല്ല, എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ, തിരക്കിയിട്ടുണ്ടോ? ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം എനിക്ക് അടിമയായി പോയി എന്നാണ്. ആ ശബ്ദമാണ്. സൗന്ദര്യമാണോ? സൗന്ദര്യവും ശബ്ദവും എല്ലാം. വാരറ്റ ഭാഷാശൈലി, വടിവത്ത കയ്യക്ഷരം, അതിരറ്റ സ്നേഹം, എതിരറ്റ സംസ്കാരം, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതി. എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടു പോയത്. അല്ല, അത് കേട്ടപ്പോൾ ഇതിലൊക്കെ ആത്മാർത്ഥതയുണ്ട് അല്ല, കാരണം അവനവൻ്റെ മനസ്സിൻ്റെ കുഴൽക്കണ്ണാടിയിലൂടെയാണ് ഒരാൾ മറ്റൊരാളെ കാണുന്നത്. ഞാൻ പറയുന്ന ഒരു വാക്കിനെ ഉൾക്കൊള്ളാവുന്നിടത്തോളം ആത്മാർത്ഥതയോടെ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് മറ്റൊരാൾ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ആത്മാർത്ഥമായിട്ടായിരിക്കുമെന്ന്. അതാണ് എനിക്ക് പറ്റിയത്. ഊരും പേരും അറിയാത്ത ഒരു പെണ്ണിനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് ശരിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിന് മറുപടി വന്നത് കള്ള ദുഷ്യന്തനെ പോലെ. ദുഷ്യന്തൻ പറഞ്ഞില്ലേ ശകുന്തളയുടെ അടുത്ത്, സത്തുകൾക്ക് വിചികിത്സിതങ്ങളിൽ ചിത്തവൃത്തി അത് താൻ പ്രമാണമാം. എൻ്റെ മനസ്സാണ് എൻ്റെ പ്രമാണം. എൻ്റെ മനസ്സ് പറയുന്നു നീയാണ് എൻ്റെ വധു എന്ന്.
അതുകൊണ്ട് എനിക്ക് പിന്നെ ആരോടും ചോദിക്കേണ്ടതോ അന്വേഷിക്കേണ്ടതോ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണം? ഞാൻ എന്ത് ചെയ്യണം? എത്ര കത്തുകൾ എഴുതിയിട്ടുണ്ടോ? ഒരു 54-56 കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു കത്തെന്നുള്ളതായിരുന്നു പ്രമാണം. കത്തെഴുതാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ അഭിസംബോധനയും മാറി അഭിസംബോധന ആദ്യം സോദരി, രണ്ടാമത് സോദരി. എൻ്റെ സമ്മതം കിട്ടിയ ഉടനെ അത് മാറി. അപ്പം ഞാൻ ആദ്യം സംബോധന ചെയ്ത സർ എന്നാണ്, രണ്ടാമതും സർ എന്നാണ്, മൂന്നാമതും സർ എന്ന് എഴുതിയപ്പോൾ അതിനി വായിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും സംബോധന ചെയ്യാനില്ലായിരുന്നു. ഞാൻ സംബോധന ഇല്ലാതാണ് എഴുതിയിരുന്നത്. എനിക്കൊന്നും ഭാര്യ എന്ന് പോലും അല്ലേ അഭിസംബോധന ചെയ്തിരുന്നു അല്ലേ ഇടയ്ക്ക് കത്തിൽ? അല്ല, അങ്ങനെയൊക്കെയാണ് സംബോധന ചെയ്തിരുന്നത്. അല്ല, ഈ വഴി പിരിയുന്നതിനെ കുറിച്ച് എപ്പോഴാണ് പറയുന്നത്? വഴി പിരിയുന്നതിനെ കുറിച്ച് വന്നു പോയി ഉടനെയാണ്. അപ്പം വന്നു പോയി ഉടനെ വന്ന് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല എന്ന് തോന്നിയിട്ടുണ്ടാകും. വീട്ടിന്റെ പശ്ചാത്തലവും ഇവിടുത്തെ കാര്യങ്ങളും നേരത്തെ കത്തിൽ അറിയിച്ചതായിരുന്നു. ഞാൻ അറിയിച്ചതായിരുന്നു. അന്നേരം അദ്ദേഹം എഴുതിയിരുന്നത് എന്താ, നീ ഒരു ബംഗ്ലാവിൽ ജീവിക്കുന്നവളാണെങ്കിൽ പോലും നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്നാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് കുടിലിൽ ജീവിച്ചാൽ പോലും നമ്മൾ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. ഇത് അദ്ദേഹം തിരിച്ചാണ് പറഞ്ഞത്. നീ ഒരു ബംഗ്ലാവിൽ ജീവിക്കുന്നവളാണെങ്കിൽ പോലും, അതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ, ബംഗ്ലാവിൽ ജീവിക്കുന്നത്. അല്ലാതെ സാധാരണ വീട്ടിൽ ജീവിക്കുന്നതല്ല അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫിക്കേഷൻ. എന്നാൽ പോലും വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന്. അല്ല, പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് കണ്ട് പോയി ഉടൻ ആദ്യത്തെ കത്തിൽ തന്നെ ഇതാണ്, കാലുമാറാനുള്ള സൂചനയാണ്. വിലാസിനിയുടെ സമ്മതമല്ല, ജോലിക്ക് പോകില്ല എന്നുള്ളതിന് വിലാസിനിയുടെ ഉറപ്പല്ല എനിക്ക് വേണ്ടത്. ഇത് കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അത് അച്ഛൻ്റെ ഉറപ്പാണ് വേണ്ടത്. അച്ഛൻ ഉടൻ ഇത് കണ്ട ഉടൻ അച്ഛൻ കത്തയച്ചു. വിവാഹത്തിന് ശേഷം അവൾ പിന്നെ ജോലിക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. എന്നിട്ട് അവസാനത്തെ കത്തിൽ എനിക്ക് എഴുതുന്നത് എന്തുവാ, എനിക്ക് മറിച്ച് വിവാഹവും വേണ്ട. ഇത് ആൾ ഓഫ് എ സഡൻ എടുത്തിയ ഒരു തീരുമാനമാണോ? എനിക്ക് മറിച്ച് വിവാഹവും വേണ്ട. അദ്ദേഹത്തിന് മറിച്ച് വിവാഹം വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറിച്ച് വിവാഹം വേണോ? എനിക്കും വേണ്ട. ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ പോലും എൻ്റെ ആദർശങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കത്തില്ല. പോരെങ്കിൽ ഈ ഒരു പാരയും അവിടെ ഇരിക്കുന്നത്, എനിക്ക് മറിച്ച് വിവാഹവും വേണ്ട. പിന്നെ ഞാൻ മറിച്ച് വിവാഹം ചെയ്യണോ? ചെയ്യത്തില്ല. ഞാനും നോക്കിയിരുന്നു. ഞാൻ വിചാരിച്ച എന്ത് തെറ്റുണ്ടെങ്കിലും കാലം ആ തെറ്റിനെ വെളിയിൽ വരുത്തും. ഞാൻ കൊള്ളാത്തവളാണെങ്കിൽ കൊള്ളത്തില്ല എന്ന് ലോകം വിധി എഴുതും. ഞാൻ നല്ലവളാണെങ്കിൽ നല്ലവളാണെന്ന് വിധി എഴുതും. അപ്പോൾ അങ്ങനെ ഒരു കാലം വരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ സ്വീകാര്യമായി ഞാൻ ഇരിക്കണം. തിരിച്ചു വന്നേക്കും, എൻ്റെ മനസ്സ് പറഞ്ഞു, തിരിച്ചു വരും. അങ്ങനെ വരുന്നെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാനപ്പോൾ ഇരിക്കണ്ടേ? അത്രയും മനസ്സ് കൊടുത്തിരുന്നു. അത്രയും മനസ്സ് കൊടുത്തിരുന്നു. അത്രയും മനസ്സ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഉറക്കത്തിൽ പോലും എന്നെ വല്ലാതെ അത് തളർത്തി കളഞ്ഞു. ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായി. ഒരു ഭയങ്കര തലവേദന ഉണ്ടായി. എൻ്റെ നെർവസ് സിസ്റ്റത്തെ ഇത് ബാധിച്ചു. ഞാൻ 22 കൊല്ലം സഹിക്കാനാകാത്ത തലവേദനയും കൊണ്ട് ജീവിച്ചു. പിന്നീട് അതിന് പുറമെ അപവാദ പ്രചാരണത്തിനും അദ്ദേഹം തുനിഞ്ഞു. എന്തൊരു വിധി വൈപരീത്യം എൻ്റെത്. ഞാൻ ഒരുത്തനെയും നേരത്തെ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാനൊന്നും പ്രാർത്ഥിച്ചറിവിൽ ഒരുവന് ധ്യാനിച്ചു ഓർമ്മയിൽ ഇത്ര നാളും അത് ഞാൻ അദ്ദേഹത്തിന് എഴുതിയതാണ്. മറ്റാരെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തയ്യാറാകുമോ? എനിക്കൊന്ന് ഇദ്ദേഹത്തിന് കുറെ കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, ന്യൂനതകളും അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ ഉണ്ടായിരിക്കും, എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിന് കോംപ്ലക്സുകളൊക്കെ കാണും. ബോധപൂർവമാണ്. ഇത് കല്യാണത്തിൽ കലാശിക്കാനുള്ള ഒരു ബന്ധം ആയിരുന്നില്ല അദ്ദേഹത്തിന്. സാനുമാഷെ ബന്ധപ്പെടുത്തി സാനുമാഷ് അത് കേട്ടോണേ. ഞാൻ സാർ ഇവിടെ വരുന്നത് അല്ല, ഇവർ വരുന്നത് 1968 ജനുവരി 18-നാണ്. അപ്പോൾ 4 പേര്, ഇദ്ദേഹം, പോഞ്ഞിക്കര റാഫി, അല്ല അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, 4 പേര് വന്നിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ചായ കൊണ്ട് കൊടുക്കണമെന്ന് അമ്മാവൻ എൻ്റെ അടുത്ത് നിർദ്ദേശിച്ചു. ഞാൻ അന്നേരം വിസമ്മതിച്ചു. ഇവരുടെ മുമ്പിലേക്ക് ചായയും കൊണ്ട് ഞാൻ അതിനു മുമ്പ് ആരുടെ മുമ്പിൽ പോയിട്ടില്ല.
അതുകൊണ്ട് ചായയും കൊണ്ട് പോകാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഇതെന്തായാലും ഉറപ്പിച്ച ഒരു കാര്യമല്ലേ, ചായ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ചായയുമായിട്ട് ഈ 4 പേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു. ഞാൻ ചായയുമായിട്ട് കിഴക്കേ റൂമിലാണ്, എൻ്റെ റൂമിലാണ്. അപ്പോൾ ഞാൻ ചായയുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിക്കുന്നു, ഞങ്ങളെയൊക്കെ അറിയുമോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ MK സാനു, മഹാരാജാസിലെ മലയാളം ലെക്ചറർ. ഇത് ഡോക്ടർ R പ്രസന്നൻ, അത് പോഞ്ഞിക്കര റാഫി. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തണ്ടല്ലോ എന്നൊരു കമൻറ്റും. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് പിന്നിലോട്ട് അങ്ങ് ഒളിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ MK സാനുവിനെ, സാനുമാഷിനെ ആദ്യമായിട്ട് കാണുന്നത് ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരുമ്പോഴാണ്. അല്ല, ഇവരൊക്കെ ചേർന്ന് ഇദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. നിർബന്ധിച്ചു കൊണ്ടുവരണോ? ഈ അത് സ്വയം സംസാരിക്കുന്ന കത്തുകൾ ഇന്ന് പുറത്തുണ്ട്. ശരിയാ. അതുവരെ അദ്ദേഹം ഈ കത്തുകൾ വെളിയിലാകുന്നതിന് മുമ്പ് വരെ അദ്ദേഹം പറയുമായിരുന്നു നിർബന്ധിച്ചു. അപ്പോൾ കത്തുകൾ പുറത്തായപ്പോഴിപ്പോൾ അവൾ ഏറ്റവും ചീത്തയാണ്, എൻ്റെ കത്തുകൾ അവൾ പുറത്തു കൊടുത്തില്ലേ എന്നാണ്. എൻ്റെ മേൽ ഇത്രയും ചെളി വാരി എറിയാം, അതിന് എനിക്ക് സ്വയം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? ഞാനൊരു സ്ത്രീയല്ലേ. കഴിഞ്ഞ വർത്തമാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വർഷം നീണ്ട പ്രണയത്തെ കുറിച്ച് പറയുകയുണ്ടായി. വിലാസിനി ടീച്ചർ, പ്രണയിനി, അവരുള്ളു തുറക്കുകയുണ്ടായി. അതിലന്ന് ഈ വിലാസിനി ടീച്ചറുടെ വീട്ടിൽ അഴീക്കോടിനോടൊപ്പം പോയ 3 പേരിൽ ഒരാൾ, വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി പോയ ഒരാൾ മാഷായിരുന്നു. ഒരു പ്രതി ഞാനാണ്. അതെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? അല്ല, എനിക്കറിയാവുന്ന വസ്തുത ഞാൻ പറയാം. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കത്ത് ഒരു ദിവസം കിട്ടുന്നു. ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഞങ്ങൾ. അത് നിങ്ങളാരും കാണാതെ തന്നെ ഞാനൊരു സ്വയം ഒരു കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. അത് നല്ല ഒരു ഇന്ന കുട്ടിയാണ്, അതിൻ്റെ പേരും അതിനകത്ത് എഴുതിയിരുന്നു. അതിൻ്റെ ശബ്ദമാധുര്യം ആരെയും ആകർഷിക്കുന്നതാണ്. 1-ാം തരം ടീച്ചറാണ്, പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടു, അതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എവിടെയാണ് വീട്, ഞാൻ അന്വേഷിച്ച് പറയാം. അങ്ങനെ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് എഴുതി അയച്ചു. ഞാൻ കൊല്ലത്തുള്ള എൻ്റെ ഒരു സഹോദരന് കത്തെഴുതി, ഈ ഒരു കുട്ടിയെപ്പറ്റി വിശദവിവരങ്ങൾ അറിയിക്കണം. അദ്ദേഹം അതിനെപ്പറ്റി വളരെ അന്വേഷിച്ച് വിവരങ്ങളോട് എന്നെ അറിയിച്ചു തന്നു. അത് ഇദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അതിൻ്റെ കോപ്പി നേരെ അയച്ചു കൊടുത്തു. ഇതാണ്. അപ്പോൾ അതൊരു വളരെ സമ്പന്നമായ കുടുംബത്തിലല്ല, ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമാണ്. അതിൻ്റെ പിതാവിന് 2 ഭാര്യമാരുണ്ട്. അത് 2ാമത്തെ ഭാര്യയുള്ള കുട്ടിയാണിത്. ഇതിൽ അതേപടി ഒന്നും മറച്ചു വയ്ക്കാനില്ലല്ലോ എനിക്ക്. ഇത് കിട്ടി ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വേഗത്തിൽ എറണാകുളത്തെത്തി. എത്തിയിട്ട് പറഞ്ഞു, നമുക്ക് പുനലൂരടുത്ത് ഈ കുട്ടിയുടെ വീട്ടിൽ പോകണം. എന്തിനു പോകണം? നമുക്ക് കല്യാണം നിശ്ചയിക്കണം. ഓഹോ, കല്യാണം നിശ്ചയിക്കാനാണ് പോകേണ്ടത്. അതെ, അതായത് മാഷ് ഈ കത്തെഴുതിയതിന് ശേഷമാണ് ഇതെല്ലാം. വിലാസിനി ടീച്ചറെ കുറിച്ച് അതെ, കത്തയച്ചതിന് ശേഷമാണ്. അങ്ങനെ പറഞ്ഞു ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ മാത്രം വരുന്നതിൽ അർത്ഥമില്ല, കാരണം ഞാൻ പ്രായോഗിക ബുദ്ധി തീരെ ഇല്ലാത്ത ആളാണ്. ഞാൻ വേറെ ആരെങ്കിലും വിളിക്കാം, നമുക്ക് ഡോക്ടർ പ്രസന്നനെ വിളിക്കാം. അദ്ദേഹം ഇവിടെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ റീഡറാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി. നമ്മുടെ സഹപാഠികളും വളരെ അടുപ്പമുള്ളവർ, വളരെ സ്നേഹമുള്ളവരാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ പ്രസന്നനെ വിളിച്ചു, പോഞ്ഞിക്കര റാഫിയെ വിളിച്ചു. വരും. ഡോക്ടർ പ്രസന്നൻ വന്നിദ്ദേഹത്തോട് എല്ലാം ചോദിച്ചു. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലതാണെന്ന് വിചാരിക്കുക, അതിലെനിക്ക് പ്രയാസമില്ല, ഞങ്ങൾക്ക് ജോലിയുണ്ടല്ലോ 2 പേരും. പിന്നെ അതിൻ്റെ അച്ഛന് 2 ഭാര്യമാരിൽ ഒരു അതിനെപ്പറ്റി വല്ലതും തോന്നുന്നുണ്ടോ? അത് ഞാൻ സാനുവിൻ്റെ അത്രയും പോലും വകവയ്ക്കാത്ത ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വകവെച്ചൊന്ന് വരാം, അതുകൊണ്ട് നമ്മൾ തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട, സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ മതി. ശരി, ഇനി അമ്മ എന്ത് പറയുമെന്ന് ചോദിച്ചു. ഇതൊക്കെ ഡോക്ടർ പ്രസന്നൻ കൃത്യമായിട്ട് എടുത്ത് ചോദിച്ചു. അമ്മയ്ക്കൊന്നുമില്ല, ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ടാക്സി എടുത്ത് ഇവിടെ നിന്ന് നേരെ പോയി. അദ്ദേഹം ഒരു സ്ലാക്കായിട്ട് വരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജുബയില്ല, അന്ന് സ്ലാക്ക് ഇട്ട്, അന്ന് മാത്രം സ്ലാക്ക് ഇട്ട് കണ്ടിട്ടുള്ളൂ. വന്ന് ഞങ്ങൾ പോകുന്നവർക്ക് സുകുമാരൻ പറ്റേക്കാരൻ്റെ വീട്ടിൽ കയറി അവിടെ ചെല്ലുകയാണ് ചെയ്തത്. അന്ന് വന്നപ്പോൾ അല്പം ജലദോഷമുണ്ട്, അവിടെ ചെന്നപ്പോൾ ജലദോഷം എല്ലാം പോയി. അതൊക്കെ ഞങ്ങൾ ഭരിതമായിട്ട് ഓർമ്മിക്കാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു 10-30 പേരെങ്കിലും വന്നിട്ടുണ്ട്. കല്യാണം നിശ്ചയം അതെല്ലാം അറിയിച്ചിരിക്കുന്നു. അമ്മ അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും, ഞാനും ഡോക്ടർ പ്രസന്നനും. റാഫി അത്രയും സംസാരിക്കാൻ കഴിയില്ല. ഞാനും അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇത് എന്നാ നടക്കാൻ പോകുന്ന നിശ്ചയമില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്,
ഈ നിൽക്കുന്ന ഡോക്ടർ പ്രസന്നനാണ്. എനിക്ക് ഭാര്യയും 5 മക്കളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാരണവന്മാരാകാനുള്ള യോഗ്യത ഉണ്ടെന്ന് പറയുകയാണ്, ഇതിന് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിലാസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ സംസാരിക്കും. 1 മണിക്കൂറോളം ഏകദേശം അവർ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ചായ സൽക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചതിന് ശേഷം ആലോചന നടത്തി കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ഫിക്സ് ചെയ്തു. അത് എന്ന് നടത്തണം? മെയ് മാസം. ഇതൊരു ജനുവരിയാണ് പോകുന്നത്. അപ്പോൾ പരീക്ഷ കഴിയട്ടെ, ആ കുട്ടി ഒന്ന് പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. മെയ് മാസത്തിൽ നമുക്ക് ഇന്ന ദിവസവും നിശ്ചയിച്ചാണ്. എവിടെ വെച്ച് നടത്തണം? ശിവഗിരിയിൽ വെച്ച്. എത്ര ആൾ വരും? ഞങ്ങൾ ഒരു ബസ്സിൽ കൊള്ളാവുന്നതിൽ അധികം ആൾ വരികയില്ല, അധികം ആൾ വേണ്ട. ശ്രീനാരായണക്ക് ഒരു 15 പേരെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് നശിച്ച് പോകാം, അത് വളരെ നല്ല ആദർശപരമായ കല്യാണമായിരിക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ മടങ്ങിയത്. ഇത്രയും ഞാൻ സാക്ഷി. പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ സംഭവിച്ചതെന്താണെന്ന് എനിക്കറിയില്ല. ഈ പിന്മാറ്റത്തിൻ്റെ കാരണം എപ്പോഴെങ്കിലും മാഷ് തിരക്കിയിട്ടുണ്ടോ? ഞാൻ ഡോക്ടർ പ്രസന്നൻ ചോദിച്ചു. കാരണം ഇതിന് കൂട്ടുപോയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു തോന്നുമല്ലോ, ഇതെന്താ ഇദ്ദേഹം പെട്ടെന്ന് മനംമാറ്റം. ഡോക്ടർ പ്രസന്നന് താനൊരു അപമാനിതനായിട്ട് അന്ന് തോന്നി. നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തെറ്റിച്ചല്ലോ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഒരല്പം ഒഴിഞ്ഞു മാറുന്ന മട്ട് കണ്ടു. പിന്നെ ഡോക്ടർ പ്രസന്നൻ അതിൽ കൂടുതൽ ചോദിക്കില്ല. അന്ന് എൻ്റെ വീട്ടിലാണ് ഊണ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഞങ്ങളൊന്നും പിണക്കമൊന്നുമില്ല. ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ എന്തോ അതിനെപ്പറ്റി പരാമർശിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇനി എറണാകുളത്ത് വരികയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മിണ്ടിയില്ല. പക്ഷെ എന്നെ ഇന്ന് അത്ഭുതപ്പെടുത്തുന്നത് അതൊന്നുമല്ല. ഇവർ ഈ കത്തിടപാടുകൾ നടത്തുന്ന കാലഘട്ടമെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ. ഈ പീരീഡിൽ അദ്ദേഹത്തോടൊപ്പം പെണ്ണ് കാണുന്നത് ഞാൻ പോയിരുന്നു എന്നുള്ളതാണ്. കോട്ടയത്ത് ഡോക്ടർ മർക്കോസ് ഇവിടെ ലോ കോളേജ് പ്രിൻസിപ്പൽ, പിന്നീട് അദ്ദേഹം യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കാർ അദ്ദേഹം ഓടിച്ചു. ഇദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ഈ അവിവാഹിതനെ കൊണ്ടുപോയി പറ്റിയ ഒരു പെണ്ണിനെ കെട്ടിക്കാന്ന് ഡോക്ടർ മർക്കോസിൻ്റെ ഫലിതമുണ്ട്. കൊണ്ടുപോയി ഒരു വീട്ടിൽ ചെന്ന് ആ കുട്ടി എല്ലാവരെയും കണ്ടു, കുട്ടിയെ കണ്ടു. അതും പ്രണയമായിരുന്നു? അത് പ്രണയമല്ല, അതിന് പരിചയമില്ലായിരുന്നു. വന്നതിന് ശേഷം ഞാൻ ആ കുട്ടിക്ക് കത്തെഴുതി. ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ അറിയുമല്ലോ, അയാൾക്ക് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാം, അതറിയാൻ വേണ്ടി എഴുതാണ്. ആ കുട്ടിക്ക് സമ്മതമല്ല. ഒന്നാ പ്രായം, രണ്ടാളെ രൂപം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ എഴുതിയിരുന്നു. പിന്നെ അതിനിടയിൽ ഇവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, ടി വി പ്രഭാകരൻ വക്കീൽ. ഞങ്ങൾ വക്കീലെന്നാണ് വിളിക്കുന്നത് എപ്പോഴും. അദ്ദേഹത്തിൻ്റെ കൂടെയും പെണ്ണ് കാണാൻ പോയിരുന്നു ഇദ്ദേഹം. പക്ഷെ അത് ഞങ്ങൾക്കൊന്നും ഇന്നറിയില്ല. അതും ഈ 67-68 ആ പീരീഡിലാണ്. അപ്പോൾ ഇവിടെ തീവ്രമായ പ്രണയം നടക്കുന്നു. അത് നടക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്കല ആ ഭാഗത്ത് എവിടെയോ ആണ് പോയത്. അതിൽ വക്കീൽ അയച്ച കത്തിപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. അത് പോയി കണ്ടുവന്ന വിവരങ്ങളൊക്കെ. ഈ അഴീക്കോട് പ്രേമലേഖനങ്ങൾ അയച്ചത് നകുലന് വേണ്ടി, പ്രൊഫസർ നകുലനല്ലല്ലോ, അവരുടെ കയ്യിലല്ലേ. അവരുടെ കയ്യിൽ ഇരിക്കുന്ന പ്രേമലേഖനങ്ങൾ നകുലൻ്റെ കയ്യിൽ വരികയും അതിങ്ങനെ പ്രസിദ്ധീകരിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധ പ്രേമത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് അത് കൂട്ടാൻ എങ്ങനെയാണ്? എനിക്കൊക്കില്ല. അപ്പോൾ അത് തന്നെയല്ല, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അഴീക്കോടിൻ്റെ പൗരുഷത്തെ പോലും പുച്ഛിച്ചുകൊണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളുണ്ട്. അങ്ങനെ ലേഖനം എഴുതിയിരിക്കുന്ന ഒരു സ്ത്രീയെ ഇപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഒരു വിവാദം വന്നപ്പോഴേ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ആരോ പ്രേരിപ്പിച്ച് എഴുതി അവരെ കൊണ്ട് പറയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വീണ്ടും അവരുടെ പ്രേമത്തിന് അഴീക്കോട് വശംവദനാകണമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വേണ്ട എന്നേ പറയുള്ളൂ. കാരണം ഒരു പ്രതികാര ബുദ്ധി അതിൻ്റെ അടിയിലില്ല. അങ്ങനെ പറയാൻ ഒക്കിയല്ല. കാരണം ഒന്നിക്കണ്ടേ, ഒരു കണക്ക് തീർക്കാനായിരിക്കും ഇവർ. അഴീക്കോട് മാഷിനായുള്ള വിലാസിനി ടീച്ചറുടെ കാത്തിരിപ്പ് തുടരുന്നു. പുനഃസമാഗമത്തിന്റെ ഏടിനായി നമുക്കും കാത്തിരിക്കാം. ചെറിയൊരിടവേള. VKC പ്രൈഡ് വർത്തമാനം തുടരുന്നു. തുടർന്ന് കാണുക VKC പ്രൈഡ് വർത്തമാനം. 2010 വർത്തമാനത്തിന്റെ ആദ്യ അധ്യായം കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സൂപ്പർ ഡയലോഗുകളാൽ സമ്പന്നമായിരുന്നു. വേശ്യാവൃത്തിക്കെന്ന് പറഞ്ഞാൽ അവിടെ ബാഗിൽ നിന്ന് ആകെ പിടിച്ചിരിക്കുന്ന 65 രൂപ വേശ്യാവൃത്തിയുടെ കൂലി. പുത്തരിക്കണ്ടം മൈതാനത്ത് പോയത് ഈ കാശ് കിട്ടത്തില്ലേ മിസ്റ്റർ നമ്പ്യാർ? നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പോയിട്ടില്ല. പോയവരോട് ചോദിക്കാം. ഇവിടുത്തെ പല കമ്മ്യൂണിസ്റ്റുകാരുടെയും സദാചാരത്തിന്റെ കപട മുഖം നിങ്ങൾ അറിയണം. അലക്കിത്തേച്ച വസ്ത്രവുമായി പൊതുസമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു സദാചാരമുണ്ട്. ഒളിവിൽ അവർക്കൊരു സദാചാരമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഇതിന് പറയുന്ന കമ്മ്യൂൺ എന്നാണ്. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സമത്വം. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ലൈംഗിക വ്യത്യാസമില്ലാത്ത ഒരു ഏർപ്പാട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണാകാം, സ്ത്രീകളുമായി യാത്ര ചെയ്യാം, ഒരുമിച്ച് ശയിക്കാം, അനാശാസ്യമല്ല. ഇവിടുത്തെ ഒരു മന്ത്രിക്ക് പരസ്യമായി ഭാര്യയെ പിണക്കി അയക്കാം,
മറ്റൊരു സ്ത്രീയുമായി കൂടാം, യാത്ര ചെയ്യാം, അന്തിയുറങ്ങാം. അതിലൊരു സദാചാര വിരുദ്ധവുമില്ല. കാര്യം അത് കമ്മ്യൂണാണ്, അത് സദാചാര വിരുദ്ധമല്ല. തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട പ്രൊഫസർ TJ ജോസഫ് വർത്തമാന കേരളത്തിൻ്റെ നൊമ്പരമാണ്. മാഷിനെ സഹായിക്കാനായി 1 മാസം നീണ്ട ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിച്ചു. അവശതയുടെ കട്ടിലിൽ നിന്നും ആത്മധൈര്യത്തിൻ്റെ ചിറകിലേറിയുള്ള പ്രൊഫസറുടെ യാത്രയ്ക്ക് മംഗളം നേരുന്നു. അപ്പോൾ എൻ്റെ ഈ മുറിവുകളൊന്നും ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. പക്ഷേ ഇങ്ങനൊരു മുറിവ് ഇനി ഉണ്ടാവരുന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. ഇതിൻ്റെ പേരിൽ എനിക്ക് ഏറ്റ ഈ മുറിവുകൾ പിന്നെ ആളുകൾ കണ്ടതാണ്. ഇപ്പം ഇനി ഇത് അവരുടെ ചിന്തയൊക്കെ ഒന്ന് വികസിപ്പിച്ച് ഇങ്ങനെയൊരു പൊതുവായിട്ട് ഉള്ളൊരു വീക്ഷണഗതി അവരെ വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുമെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ദുരനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഈ അനുഭവങ്ങൾ അതൊക്കെ ഒരു നല്ലതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കമായിട്ട് ഞാൻ കരുതും. എനിക്കൊരു പിന്നെ ഒരു ജീവിത സാഫല്യം തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു പിന്നെ ഇതിൻ്റെ പേരിൽ എനിക്ക് ഏറ്റ ഈ മുറിവുകളുടെ പേരിൽ മതസൗഹാർദ്ദം ഇല്ലാതെ വരികയല്ല വേണ്ടത്. മതസൗഹാർദ്ദം ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പേരിൽ മതങ്ങൾ തമ്മിൽ തല്ലുകയല്ല വേണ്ടത്. കൂടുതൽ മതസൗഹാർദ്ദത്തിലേക്ക് വരണം. കൂടുതൽ അതങ്ങനെ വരണമെങ്കിൽ ചുമ്മാ അങ്ങനെ ഒരു സമ്മേളനം വിളിച്ച് ഭായി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൈ കൊടുത്ത് പിരിഞ്ഞാലൊന്നും വരില്ല. അത് മനസ്സിൽ നിന്ന് വരണം. അതിനൊരു ചിന്തയുടെയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ആവശ്യമുണ്ട്. മനസ്സിൽ നിന്ന് വന്നിട്ട് ആ സൗഹാർദ്ദം പ്രകടമായാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ അനുഭവങ്ങൾ ഉതകുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനാണെന്നുള്ളതാണ് സത്യം. നടൻ തിലകൻ്റെ ഒറ്റയാൾ പോരാട്ടം തുടരുന്നു. ജോസഫ് മാഷെ പോലെ അപാരമായ നിശ്ചയദാർഢ്യത്തിൻ്റെ ആൾരൂപമാണ് അതുല്യനായ ഈ കലാകാരൻ. ജനങ്ങളായിട്ടെടുക്കട്ടെ. എന്നെ നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, വേണ്ടെങ്കിൽ ഞാൻ പിന്മാറിക്കൊള്ളാം. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ എന്നെ അടിച്ചേൽപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അത് വേറെ ആരുണ്ടൊക്കെ ചെയ്ത് ഉണ്ണികൃഷ്ണൻ കാണുകയാണ്. ഉണ്ണികൃഷ്ണൻ വന്നതും അങ്ങനെ ആയിരിക്കാം. എന്തായാലും തിലകൻ ചേട്ടാ, കൂടുതൽ കരുത്താർന്ന കഥാപാത്രങ്ങളുമായി അഭിനയത്തിൻ്റെ ഉയരങ്ങൾ ഇനിയും കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. അല്ലാതെ എങ്ങനെ കീഴടക്കുക? എന്നില്ലേ നടൻ മരിച്ചു എന്നല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? അതൊരാൾ പറഞ്ഞതല്ലേ, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹം കൂടെ അറിയട്ടെ. എന്തായാലും വളരെയധികം അയാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അതെ, ജനം എൻ്റെ പക്ഷത്തുണ്ട്, അതെനിക്ക് അനുഭവപ്പെട്ടു. ഓക്കെ. കാരണം ഞാൻ ചെയ്തത് വലിയ കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യം വന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വശം തളർന്നു പോയത് ഈ തൊഴിൽ കൊണ്ടാണ്. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് അറിയോ, എൻ്റെ കുടുംബമില്ല എനിക്ക്. എന്നെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഞാൻ എങ്ങനെ ധാർമ്മിക രോഷത്തിൽ വരാതിരിക്കും? ഇതെല്ലാവർക്കും അറിയാം, മമ്മൂട്ടി ഉൾപ്പെടെ. ബോസ് കൃഷ്ണമാചാരിയെക്കുറിച്ച് മലയാളികൾക്ക് പരിമിതമായ അറിവേയുള്ളൂ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും വസതികളിലെ സ്വീകരണ മുറികൾ അലങ്കരിക്കുന്നത് അങ്കമാലിക്കാരനായ ഈ ലോകോത്തര ക്യൂറേറ്ററുടെ സൃഷ്ടികളാണ്. ഈ പാരമ്പര്യത്തിൻ്റെയും അത്യന്താധുനികതയുടെയും പോസ്റ്റ് മോഡേണിസത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണ് ഈ വീട്. ഈ തറവാട് വീട് പുതുക്കിപ്പണിയാൻ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ വീടുകൾ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം സ്മോളർ റൂംസ്, വെരി ഡാർക്ക്. സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സിനിക്കൽ സ്പേസ്, ലൈക്ക് ഒരു വാംത്ത് ഇല്ലാത്ത ഒരു, ഈവൻ ഇഫ് യു ഹാവ് പീപ്പിൾ, നമ്മൾക്ക് വാംത്തുണ്ടെങ്കിലും വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വാംത്തുണ്ടെങ്കിലും ജീവിതത്തിന് തന്നെ ഒരു ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഐ മീൻ ലൈക്ക് ഇറ്റ് വാസ് ഇറ്റ്സ് എ വെരി ഓൾഡ് ബിൽഡിംഗ്. ഐ ഫെൽറ്റ് ദാറ്റ് എൻ്റെ അനുജനാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അനുജന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ വീടാണ് തറവാട്, ചെമ്പകശ്ശേരി തറവാട്, മങ്ങാട്ടുകരയിൽ. 1.5 വർഷം കൊണ്ട് 1.25 വർഷം കൊണ്ട് ചെയ്തതാണ്. ഞാൻ ഈ വീട് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. എൻ്റയർ സ്റ്റഫ് ഈസ് ടേക്കൺ കെയർ ഫ്രം ദ സ്മോൾ മോഡൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡിസൈനും എൻജിനീയറിംഗ് എല്ലാം താങ്കളുടെ ക്രിയേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചൊക്കെ ഡിസൈനൊക്കെ നമ്മൾ ഇറ്റലിയിൽ നിന്നും ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അവൈലബിൾ ആണ് ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ. കുറച്ചൊക്കെ ഞാൻ തന്നെ ഫൈബർ ഗ്ലാസ്സിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ലൈറ്റ്സ്. ആൻഡ് ഐ ഡു എനിക്ക് വളരെ വിശ്വാസമുണ്ട് ഈ മറ്റുള്ള ഡിസൈനേഴ്സിൽ.
പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ലൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മളുടെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഫേർണിച്ചർ ചെയ്യുമ്പോഴും കൊറിയൻ എന്ന് പറയുന്നൊരു മീഡിയം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. വളരെ റെയറായിട്ട് പീപ്പിൾ ദേ യൂസ് ഇറ്റ് ബേസിക്കലി ഫോർ കിച്ചൺ ടോപ്സ് ആൻഡ് ഓൾ. സോ ഐ യൂസ്ഡ് ഇറ്റ് ഫോർ ഫേർണിച്ചർ. അങ്ങനെയുള്ളൊരു ഡിഫറെൻറ്റ് മീഡിയങ്ങളിലൊക്കെ ഉപയോഗിച്ചു. മോർ ദാൻ 3500 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഐ തിങ്ക് സോ. എത്ര ചിലവായി? ഐ ഡോണ്ട് നോ. ഞാനത് വൺസ് ഇൻ എ വൈൽ ഐ കം ആൻഡ് ഗിവ് ദ ചെക്സ്. അനിയനാണ് പൈസ ചിലവാക്കിയത്. ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്. പൈസയെക്കുറിച്ചുള്ള എൻ്റെ വൈഫ് പറയും, വൈഫാണ് എൻ്റെ ഭാഗ്യം ഒരു വർഷത്തെ. ഷീസ് ബോതർഡ് അബൌട്ട് വേർ ഐ എം സ്പെൻഡിങ്, ബട്ട് ദിസ് ഇസ് ഫോർ അവർ ഓൺ ancestral home. So she didn't say anything about it. Also I am very generous about all these things. ഇനി അല്പം സംഗീതമാവാം. വർത്തമാനത്തിൽ പങ്കെടുത്ത അതിഥികൾ പ്രേക്ഷകർക്കായി പാടുന്നു. സന്ധ്യയായാലുടൻ വന്നു ചേരും കൊടുവള്ളി പാലത്തിൻ ചോടെ, ജോൺസൺ മാസ്റ്റർ റെയിൽ വഴിയായി, ഭരതൻ മാസ്റ്റർ റോഡ് വഴിയായി, ജോൺസൺ റിച്ചാർഡ് മുതലായവരുണ്ട്. സന്ധ്യയായാലുടൻ വന്നു ചേരും. എന്താ ജോൺസ കള്ളില്ലേ, കല്ലിന്മേ കായില്ലേ, കള്ളിന് കൂട്ടാൻ കൂട്ടില്ലേ, പൂങ്ങിയ തേങ്ങില്ലേ, പുഴുങ്ങിയ കിഴങ്ങില്ലേ. ഈ പാട്ട് ഞാൻ ചെയ്തു. ഇതെല്ലാം റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ തന്നെ സംഗീത സംവിധാനത്തിൽ ചെയ്ത് ഞാനൊരു പുതിയ ടെക്നോളജി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് CD വാങ്ങിക്കണമെങ്കിൽ CD ഷോപ്സിൽ പോയിട്ടേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതിനൊരുപാട് മ്യൂസിക് ഷോപ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പാട്ട് എല്ലാ ബാർ വഴിയും സപ്ലൈ ചെയ്യാൻ പോകുന്നു. കള്ള് ഷാപ്പുകൾ വഴി, എല്ലാ കള്ള് ഷാപ്പ് വഴിയും, എല്ലാ ബാർ വഴിയും. ഇത് ഐഡിയ ഞാൻ നെറ്റിലിട്ടപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും വലിയ കമ്പനിയായ കിങ്ഫിഷർ വന്നിട്ട് വേഗം കിങ്ഫിഷറിൻ്റെ ഒരു ഇതുണ്ടല്ലോ, കിങ്ഫിഷറിൻ്റെ അതുപോലെ കൊത്തിയെടുത്തുണ്ടെങ്കിൽ പോയി. ഇപ്പോൾ അവരാണ് റിലീസ് ചെയ്യുന്നത്. മൊത്തം സ്പോൺസർഷിപ്പും അവർ റിലീസ് ചെയ്യുന്ന ഒരു ആൽബമായിട്ട് മാറി. ഐ ലൈക്ക് ടു സിംഗ്, പക്ഷെ അങ്ങനെ ഐ എം നോട്ട് എ ഗ്രേറ്റ് സിംഗർ ഓർ സംതിങ്. മൂളാം. നല്ലൊരു പാട്ട് പാടി നമുക്ക് ഈ വർത്തമാനം, ചെറിയ വർത്തമാനം അവസാനിപ്പിക്കാം. ചെറിയ വർത്തമാനം അല്ലേ? ജൽതി ഹൈ ജിസ്കേ ലിയേ തേരി ആँखों के दिए ढूंढ लाया हो वही गीत में तेरे लिए जलते हैं जिसके लिए दिल में रख लेना इसे हाथों से ये छूटे ना कहीं गीत नाजुक है मेरा शीशे से भी टूटे ना कहीं गुनगुनाऊंगा वही गीत में तेरे लिए जलते हैं जिसके അതെ, ഈ പാട്ട് കേട്ടിട്ട് ഇനിയിപ്പം നോക്കിക്കോ, മലയാളത്തിൽ നിന്ന് ഓഫർ. അതെ, നല്ല നടി, ഇനി നല്ല പാട്ടുകാരി കൂടിയുള്ള അംഗീകാരം കിട്ടാൻ പോവാണ്. താങ്ക്സ് ടു വർത്തമാനം എന്ന് പറയുന്നത്. ഉയരങ്ങളിലോട്ട് പോകുമ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കണം, മലയാളിയായിട്ട്. അദ്ദേഹം പറഞ്ഞ പോലെ പ്രൗഡ് ടു ബി എ മലയാളി. അപ്പം എല്ലാ ആശംസകളും നേരുന്നു. വർത്തമാനത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. വർത്തമാനം 532 അധ്യായങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളുടെ ശക്തി. വർത്തമാനത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ നവവത്സരം ആശംസിക്കുന്നു. दिल में रख लेना इसे हाथों से ये छूटे ना कहीं गीत नाजुक है मेरा शीशे से भी टूटे ना कहीं गुनगुनाऊंगा वही गीत में तेरे लिए. VKC Pride വർത്തമാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് VKC Pride, My Confidence.